പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയും അനുദിന വിശുദ്ധരെയും കുറിച്ച് നമുക്കറിയാം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 20, 19 മുതൽ 31 വരെ വാക്യങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. തോമസിൻ്റെ സംശയം. 12 പേരിലൊരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. അനുദിന വിശുദ്ധർ. ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ജൂലിയസ് ഒന്നാമൻ. സഭയുടെ ആദ്യകാല ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് വിശുദ്ധ ജൂലിയസ് ഒന്നാമൻ. ക്രിസ്തുവർഷം 337 മുതൽ 352 വരെ അദ്ദേഹം റോമിലെ പാപ്പയായി സേവനമനുഷ്ഠിച്ചു. ഈ കാലഘട്ടം സഭയുടെ വിശ്വാസം ശക്തമായി പരീക്ഷിക്കപ്പെട്ട ഒരു സമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് സഭയെ ഏറ്റവും കൂടുതൽ അലട്ടിയ പ്രശ്നം അരിയനിസം ആയിരുന്നു. വിശുദ്ധ ജൂലിയസ് ഒന്നാമൻ ഈ തെറ്റായ ആശയത്തിനെതിരെ ഉറച്ചുനിന്നു. അദ്ദേഹം യേശുക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനും ആണെന്ന് വ്യക്തമായി പഠിപ്പിച്ചു. സഭയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങളും വിഭജനങ്ങളും അവസാനിപ്പിക്കാൻ വിശുദ്ധ ജൂലിയസ് ശ്രമിച്ചു. പാശ്ചാത്യ സഭയും കിഴക്കൻ സഭയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹത്തിൻ്റെ കാലത്ത് റോമിൽ നിരവധി ദേവാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടു. വിശ്വാസികൾക്ക് ആരാധനയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു. സഭ ഒരു ആത്മീയ കേന്ദ്രമായി വളരാൻ അദ്ദേഹം സഹായിച്ചു. വിശുദ്ധ ജൂലിയസ് ഒന്നാമനെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.